നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സംയുക്ത നീക്കങ്ങൾ വെറും ഒരു യുദ്ധവാർത്തയല്ല. അത് നിങ്ങളുടെ പോക്കറ്റിനെയും നിങ്ങളുടെ നിക്ഷേപങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് 2026 തുടക്കത്തിൽ ഇന്ത്യൻ വിപണി കുതിപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രഹരം വരുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇന്ത്യയെ ഇത്രയും അധികം ഭയപ്പെടുത്തുന്നത്? ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ നമ്മുടെ അടുക്കള ബജറ്റ് എങ്ങനെ താളം തെറ്റും? ഓഹരി വിപണിയിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയതോടെ തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകം ഹോർമുസ് കടലിടുക്കാണ്. ലോകത്ത് കടൽ വഴി നീങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ 20% പോകുന്നത് ഈ ചെറിയ പാതയിലൂടെയാണ്. ഇറാൻ ഇത് തടഞ്ഞാൽ ലോകം വലിയൊരു എണ്ണക്ഷാമത്തിലേക്ക് പോകും. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിൽ പകുതിയും വരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെടി പൊട്ടിയാൽ അതിന്റെ പുകയേൽക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കാണ്. ഈ സാഹചര്യം നമ്മുടെ ഓഹരി വിപണിയെ എങ്ങനെ ബാധിക്കും? യുദ്ധവാർത്ത വന്നതോടെ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു ഇടിവ് നമ്മൾ കണ്ടു. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിപണിയിൽ ഇപ്പോൾ 3 ഘട്ടങ്ങളായാണ് മാറ്റങ്ങൾ വരുന്നത്. ആദ്യത്തേത് ഒരു ഞെട്ടലാണ്. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് ഈ സാഹചര്യം വിപണി ഉൾക്കൊള്ളുന്നതാണ്. മൂന്നാമത്തേത് ഏതെല്ലാം കമ്പനികളെയാണ് ഇത് ബാധിക്കുക എന്ന് നോക്കി നിക്ഷേപകർ മാറുന്നതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ ഓഹരികളെയാണ് ഈ യുദ്ധം നേരിട്ട് ബാധിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും 3 തരത്തിലാണ് ഈ ആഘാതം വരുന്നത്. ആദ്യത്തേത് എണ്ണവില കൂടുമ്പോൾ നേരിട്ട് തിരിച്ചടി കിട്ടുന്ന കമ്പനികളാണ്. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ്സ് തുടങ്ങിയ പെയിന്റ് കമ്പനികളെ ശ്രദ്ധിക്കുക. അവരുടെ അസംസ്കൃത വസ്തുക്കളുടെ ചെലവിന്റെ 60% ക്രൂഡ് ഓയിൽ അധിഷ്ഠിതമാണ്. വിപണിയിലെ വിദഗ്ധർ പറയുന്നത് എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വർധനവും ഇവരുടെ ലാഭവിഹിതത്തെ സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ്. JK ടയർ, അപ്പോളോ ടയേഴ്സ്, MRF തുടങ്ങിയ ടയർ കമ്പനികളുടെ കാര്യവും ഇത് തന്നെയാണ്. ഇവർക്കും ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവ്സ് അത്യാവശ്യമാണ്. ഇൻഡിഗോ പോലുള്ള വിമാന കമ്പനികളുടെ ഓഹരികളിൽ വലിയൊരു ഇടിവ് നമ്മൾ കണ്ടിരുന്നു. ഇന്ധനവില കൂടിയാൽ ഇവരുടെ സർവീസുകളെ അത് നേരിട്ട് ബാധിക്കും. JM ഫിനാൻഷ്യൽ പോലുള്ള സ്ഥാപനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ഓരോ $5 വർധനവും ഇൻഡിഗോയുടെ വരുമാനത്തിൽ 13% വരെ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. രണ്ടാമത്തെ വിഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രൊജക്ടുകളുള്ള കമ്പനികളാണ്. ഇതിൽ ഏറ്റവും പ്രധാനി ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്. L&Tയുടെ ആകെ ഓർഡർ ബുക്കിന്റെ 37% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. സൗദി അറേബ്യയിലും UAEയിലും ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ പവർ ട്രാൻസ്മിഷൻ പ്രൊജക്ടുകളുണ്ട്. യുദ്ധം മുറുകിയാൽ ഈ പ്രൊജക്ടുകളുടെ പണി തടസ്സപ്പെടുമോ എന്ന ആശങ്ക നിക്ഷേപകർക്കുണ്ട്. KAC ഇന്റർനാഷണൽ, കല്യാൺ ജ്വല്ലേഴ്സ് എന്നിവരും ഗൾഫ് മേഖലയിൽ വലിയ ബിസിനസ് ഉള്ളവരാണ്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ വരുമാനത്തിന്റെ 12% വരുന്നത് ഗൾഫിൽ നിന്നാണ്. അവിടുത്തെ ഷോറൂമുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ അത് കമ്പനിയുടെ ലാഭത്തെ ബാധിക്കും. VATech, വാബാക് പോലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് കമ്പനികൾക്കും സൗദി അറേബ്യയിൽ വലിയ പ്രൊജക്ടുകൾ നടത്തുന്നുണ്ട്. എന്നാൽ MK ഗ്ലോബൽ പോലുള്ള സ്ഥാപനങ്ങൾ പറയുന്നത് ഗുണനിലവാരമുള്ള ഇത്തരം ഓഹരികൾ ഇടിഞ്ഞു നിൽക്കുമ്പോൾ ദീർഘകാല നിക്ഷേപകർക്ക് അതൊരു അവസരമാക്കാമെന്നാണ്. മൂന്നാമതായി ഈ സാഹചര്യത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ എണ്ണ ഉൽപാദന കമ്പനികൾക്ക് ക്രൂഡ് ഓയിൽ വില കൂടുന്നത് ഗുണകരമാകും. JM ഫിനാൻഷ്യലിന്റെ കണക്ക് പ്രകാരം ബ്രെന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടാകുന്ന ഓരോ $1 വർധനവും ഇവരുടെ ലാഭത്തിൽ 1.5 മുതൽ 2% വരെ വർധനവ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലെ കമ്പനികളായ BEL, HAL എന്നിവയ്ക്കും യുദ്ധ സാഹചര്യം അനുകൂലമായേക്കാം. പലിശ നിരക്കുകളിൽ വലിയ മാറ്റം വന്നില്ലെങ്കിൽ സ്വകാര്യ ബാങ്കുകൾക്കും ഇൻഫോസിസ്, HCL ടെക് തുടങ്ങിയ IT കമ്പനികൾക്കും രൂപയുടെ മൂല്യം കുറയുന്നത് കയറ്റുമതി വരുമാനം കൂട്ടാൻ സഹായിക്കും. JP മോർഗൻ പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികൾക്ക് ഡീസൽ വില വർധനവിലൂടെ റിഫൈനിങ് ലാഭം കൂട്ടാൻ കഴിയുമെന്നാണ്. ക്രൂഡ് ഓയിലിന്റെ കാര്യമെടുത്താൽ ബ്രെന്റ് ക്രൂഡ് വില ഇപ്പോൾ തന്നെ മുകളിലാണ്. എണ്ണവില 25% കൂടിയാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഏകദേശം $15 ബില്യൺ വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് രൂപയുടെ മൂല്യം കുറയാൻ കാരണമാകും. രൂപ ദുർബലമായാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അതായത് സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം അനുഭവപ്പെടും. ഇനി നിങ്ങളൊരു നിക്ഷേപകൻ എന്ന നിലയിൽ എന്ത് ചെയ്യണം? ഒന്നാമതായി, പേടിച്ച ഓഹരികൾ വിറ്റഴിക്കരുത്.
ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം യുദ്ധങ്ങൾ വിപണിയിൽ താൽക്കാലികമായി ഇടിവ് ഉണ്ടാക്കാറുണ്ടെങ്കിലും പിന്നീട് വിപണി തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല ലാഭമുണ്ടാക്കുന്ന കടബാധ്യതയില്ലാത്ത കമ്പനികളാണെങ്കിൽ പരിഭ്രാന്തരാകേണ്ടതില്ല. VK വിജയകുമാർ പോലുള്ള പ്രമുഖ നിരീക്ഷകർ പറയുന്നത് 6 മാസത്തിനു ശേഷം വിപണി പ്രതിസന്ധികളെ അതിജീവിക്കുമെന്നാണ്. അതുകൊണ്ട് ഗുണനിലവാരമുള്ള ഓഹരികൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള അവസരമായി ഇതിനെ കാണാം. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഈ യുദ്ധകാലത്ത് നിക്ഷേപിക്കാൻ അനുയോജ്യമെന്ന് കരുതുന്ന ഓഹരികളെ കുറിച്ച് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ വിഭാഗം അപ്സ്ട്രീം എനർജി കമ്പനികളാണ്. എണ്ണവില കൂടുമ്പോൾ നേരിട്ട് നേട്ടമുണ്ടാക്കുന്ന ONGC, ഓയിൽ ഇന്ത്യ എന്നിവയാണ് ഈ ലിസ്റ്റിൽ മുന്നിലുള്ളത്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഓരോ ഡോളറിന്റെ വർധനവും ഈ കമ്പനികളുടെ ലാഭത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. രണ്ടാമതായി വരുന്നത് ലോഹങ്ങളും ഖനനവുമാണ്. ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ കമ്മോഡിറ്റി വിലകളും ഉയരാറുണ്ട്. ഈ മേഖലയിൽ ഹിൻഡാൽകോ, വേദാന്ത, ടാറ്റ സ്റ്റീൽ, NMDC എന്നിവയാണ് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത്. ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വിപണിയുടെ തിരിച്ചടികളെ നേരിടാൻ കഴിയും. IT, ഫാർമ സെക്ടറുകൾ എപ്പോഴും ഒരു പ്രതിരോധ നിരയായി പ്രവർത്തിക്കാറുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നത് IT കമ്പനികൾക്ക് ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫോസിസ്, HCL ടെക് എന്നിവ സുരക്ഷിതമായ ഓപ്ഷനുകളാണ്. ഫാർമ മേഖലയിൽ നിന്നുള്ള ഓഹരികൾക്ക് കമ്മോഡിറ്റി വിലയിലെ മാറ്റങ്ങൾ വലിയ ബാധ്യതയാകാറില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രതിരോധ മേഖലയിലെ ഓഹരികളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഡാറ്റ പാറ്റേൺസ് എന്നിവയ്ക്കും നിലവിലെ സാഹചര്യം അനുകൂലമാണ്. ഗവൺമെന്റിന്റെ ബജറ്റിൽ നൽകുന്ന വലിയ പിന്തുണയും വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പ്രാധാന്യവും ഈ കമ്പനികൾക്ക് കരുത്തേകുന്നു. ബാങ്കിംഗ് മേഖലയിൽ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI എന്നിവയാണ് ടോപ്പ് പിക്കുകൾ. ഇവിടെ വാല്യുവേഷൻ ആകർഷകമാണ് എന്നതും ക്രെഡിറ്റ് സൈക്കിൾ പോസിറ്റീവ് ആണ് എന്നതും ഇവയെ സുരക്ഷിതമാക്കുന്നുണ്ട്. കൂടാതെ സിറ്റി യൂണിയൻ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, DCB ബാങ്ക് എന്നിവയും പട്ടികയിലുണ്ട്. ചുരുക്കത്തിൽ എണ്ണവില കൂടുന്നത് തിരിച്ചടിയാകുന്ന പെയിന്റ്, ടയർ കമ്പനികളെ ഒഴിവാക്കി മുകളിൽ പറഞ്ഞ എനർജി, ഡിഫൻസ്, IT ഓഹരികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സഹായിക്കും. എങ്കിലും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടാൻ മറക്കരുത്. വിപണിയിലെ ചാഞ്ചാട്ടം കുറച്ചു ദിവസങ്ങൾ കൂടി തുടരാൻ സാധ്യതയുണ്ട്. ആഭ്യന്തര വിപണിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനികളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ക്രൂഡ് ഓയിൽ വിലയിൽ എത്ര കാലം ഇതേപോലെ നിലനിൽക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിപണിയുടെ ഭാവി. റിസർവ് ബാങ്ക് പലിശ നിരക്കുകളിൽ എന്ത് മാറ്റം വരുത്തുമെന്നതും നിർണായകമാണ്. ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. പക്ഷേ ഭയപ്പെടേണ്ടതില്ല. കൃത്യമായ പഠനത്തിലൂടെയും ക്ഷമയോടെയും ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാവുന്നതാണ്.